നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉടമകളെ ബാധിക്കാവുന്ന ഒരു പ്രധാന വാർത്തയാണ് ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. മുൻഗണനാ റേഷൻ കാർഡുകളുടെ അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സർക്കാർ തലത്തിൽ ആലോചനകൾ നടക്കുന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ വാർത്ത കേട്ടതോടെ നിരവധി ആളുകൾക്ക് ഒരു സംശയം ഉയർന്നിട്ടുണ്ട്. നിലവിൽ കൈവശമുള്ള മുൻഗണനാ റേഷൻ കാർഡ് റദ്ദാകുമോ? പുതിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത്? സാധാരണ കുടുംബങ്ങളെ ഇത് എങ്ങനെ ബാധിക്കും? പഴയ മാനദണ്ഡങ്ങൾ എന്തായിരുന്നു? പുതിയ നിർദ്ദേശങ്ങൾ എന്താണ് പറയുന്നതെല്ലാം വിശദമായി നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. റേഷൻ കാർഡിന്റെ പ്രാധാന്യം. കേരളത്തിൽ ഏകദേശം എല്ലാ കുടുംബങ്ങൾക്കും ഒരു റേഷൻ കാർഡ് ഉണ്ട്. വെറും അരി വാങ്ങാനുള്ള രേഖ മാത്രമല്ല ഇന്ന് റേഷൻ കാർഡ്. നിരവധി സർക്കാർ പദ്ധതികൾക്ക് അപേക്ഷിക്കുമ്പോൾ വരുമാനവും കുടുംബ വിവരങ്ങളും തെളിയിക്കാൻ ആവശ്യമായ പ്രധാന രേഖകളിൽ ഒന്നാണിത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏത് വാർത്ത വന്നാലും ജനങ്ങൾ അതീവ ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് പുതിയ മാനദണ്ഡങ്ങൾ ചർച്ചയാവുന്നത്? സർക്കാരിന്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അർഹരായ ആളുകൾക്ക് മാത്രമാണ് മുൻഗണനാ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടതെന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് നൽകിയ റേഷൻ കാർഡുകളിൽ പലതിലും പിന്നീട് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട കുടുംബങ്ങൾ ഇന്നും മുൻഗണനാ വിഭാഗത്തിൽ തുടരുന്നുവെന്ന വിമർശനം വിവിധ തലങ്ങളിൽ ഉയർന്നിട്ടുണ്ട്. അതേസമയം യഥാർത്ഥത്തിൽ അർഹതയുള്ള ചില കുടുംബങ്ങൾക്ക് മുൻഗണനാ കാർഡ് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഇതെല്ലാം വിലയിരുത്തിയാണ് പുതിയ മാനദണ്ഡങ്ങൾ തയ്യാറാക്കാനുള്ള ആലോചന ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചർച്ചയിലുള്ള പ്രധാന നിർദ്ദേശങ്ങൾ. റിപ്പോർട്ടുകൾ പ്രകാരം ചില പ്രധാന നിർദ്ദേശങ്ങൾ സർക്കാർ പരിഗണിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തേത് വീടിന്റെ വിസ്തീർണമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ 1200 ചതുരശ്രീ അടിയിലധികം വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് മുൻഗണനാ റേഷൻ കാർഡിന് അർഹത പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശമാണുള്ളത്. നഗരപ്രദേശങ്ങളിൽ ഈ പരിധി 800 ചതുരശ്രീ അടിയിലായിരിക്കണമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ ഇതിപ്പോൾ നിർദ്ദേശം മാത്രമാണ്. സർക്കാർ അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. വാഹനങ്ങളെ സംബന്ധിച്ച നിർദ്ദേശം. മറ്റൊരു പ്രധാന നിർദ്ദേശം 4 ചക്ര വാഹനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. വില കൂടിയ സ്വകാര്യ വാഹനങ്ങൾ കൈവശമുള്ള കുടുംബങ്ങളുടെ അർഹത പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം. എന്നാൽ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്നോ പ്രത്യേക ഇളവുകൾ ഉണ്ടാകുമെന്നോ സർക്കാർ ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ സന്ദേശങ്ങളും വിശ്വസിക്കരുത്. 2017 മാനദണ്ഡങ്ങൾ നോക്കാം. ഇതിനു മുൻപ് 2017 മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് ചില മാനദണ്ഡങ്ങൾ സർക്കാർ നിശ്ചയിച്ചിരുന്നു. അന്ന് വീടിന്റെ വിസ്തീർണം, വരുമാനം, ഭൂമിയുടെ അളവ്, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ പരിഗണിച്ചിരുന്നു. ഇപ്പോൾ കാലം മാറിയതിനാൽ ആ മാനദണ്ഡങ്ങൾ പുതുക്കണമെന്നാണ് ആലോചന. എന്തുകൊണ്ടാണ് പുതുക്കൽ ആവശ്യം? 2017 മുതൽ ഇന്ന് വരെ കേരളത്തിൽ വലിയ സാമ്പത്തിക മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളുടെയും വരുമാനം വർദ്ധിച്ചു. ചിലർ പുതിയ വീടുകൾ നിർമ്മിച്ചു, വാഹനങ്ങൾ വാങ്ങി. അതേസമയം നിരവധി കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അതുകൊണ്ട് യഥാർത്ഥ അർഹരെ കണ്ടെത്താൻ പുതിയ വിവരങ്ങൾ ഉപയോഗിക്കണമെന്നാണ് സർക്കാർ സംവിധാനത്തിന്റെ നിലപാട്. മുൻഗണനാ കാർഡ് എന്നത് എന്താണ്? പലർക്കും ഇപ്പോഴും ഇതിൽ വ്യക്തതയില്ല. മുൻഗണനാ റേഷൻ കാർഡ് എന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് നൽകുന്ന പ്രത്യേക വിഭാഗം റേഷൻ കാർഡാണ്. ഇവർക്ക് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം കൂടുതൽ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. സൗജന്യ ധാന്യ വിതരണവും സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യധാന്യങ്ങളും പ്രധാന ഗുണങ്ങളാണ്. കേരളത്തിലെ റേഷൻ കാർഡുകളുടെ പ്രധാന വിഭാഗങ്ങൾ. കേരളത്തിൽ പ്രധാനമായും വിവിധ വിഭാഗങ്ങളിലാണ് റേഷൻ കാർഡുകൾ ഉള്ളത്. മഞ്ഞ കാർഡ്, പിങ്ക് കാർഡ്, നീല കാർഡ്, വെള്ള കാർഡ് എന്നിങ്ങനെ പൊതുവെ ജനങ്ങൾ തിരിച്ചറിയുന്ന വിഭാഗങ്ങളാണുള്ളത്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്തമായ അർഹതകളും ആനുകൂല്യങ്ങളും ഉണ്ട്. എന്തുകൊണ്ടാണ് പരിശോധനകൾ നടക്കുന്നത്? അനർഹരായ ആളുകൾ മുൻഗണനാ കാർഡ് ഉപയോഗിച്ചാൽ യഥാർത്ഥ അർഹരായവർക്ക് ലഭിക്കേണ്ട ധാന്യവും ആനുകൂല്യങ്ങളും കുറയുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടയ്ക്കിടെ പരിശോധനകൾ നടത്തുന്നത്. ഇതിനായി റവന്യൂ വകുപ്പ്, സിവിൽ സപ്ലൈസ് വകുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാറുണ്ട്. ജനങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? ഇപ്പോൾ ഏറ്റവും പ്രധാനമായ കാര്യം ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ സന്ദേശങ്ങളും ശരിയാകണമെന്നില്ല. റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കും എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ കണ്ടാൽ ഭയപ്പെടേണ്ടതില്ല. സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയാൽ മാത്രമേ പുതിയ മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതായത് കേരളത്തിലെ പൊതുവിതരണ സംവിധാനം രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് പ്രതിമാസം റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങളും മറ്റ് സബ്സിഡി സാധനങ്ങളും വാങ്ങുന്നത്. എന്നാൽ എല്ലാവർക്കും ഒരേ ആനുകൂല്യമല്ല ലഭിക്കുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യവും അർഹതയും അടിസ്ഥാനമാക്കിയാണ് റേഷൻ കാർഡുകൾ വിവിധ വിഭാഗങ്ങളെ തിരിച്ചറിയിക്കുന്നത്. ഇവിടെയാണ് പലർക്കും സംശയം ഉണ്ടാകുന്നത്. ആരാണ് മുൻഗണനാ വിഭാഗത്തിൽ വരുന്നത്? ആരാണ് പൊതുവിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? സർക്കാർ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത്? പുതിയ മാനദണ്ഡങ്ങൾ വന്നാൽ ആരൊക്കെയാണ് അത് ബാധിക്കാൻ സാധ്യത?
ഈ ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടികൾ നോക്കാം. ആദ്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ റേഷൻ കാർഡുകൾ 4 പ്രധാന വിഭാഗങ്ങളാണ്. പൊതുവെ അറിയപ്പെടുന്നത് മഞ്ഞ കാർഡ്, പിങ്ക്, നീല, വെള്ള എന്നിങ്ങനെയാണ് ജനങ്ങൾ പൊതുവെ തിരിച്ചറിയുന്നത്. ഓരോ വിഭാഗത്തിനും വ്യത്യസ്ത അർഹതയുമുണ്ട്. മഞ്ഞ കാർഡുള്ള കുടുംബങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണമാണ് ലഭിക്കുന്നത്. സാമ്പത്തികമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ഇവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. പിങ്ക് കാർഡും മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം അർഹതയുള്ള നിരവധി കുടുംബങ്ങൾ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. നീലയും വെള്ളയും കാർഡുകൾ പൊതുവിഭാഗത്തിലായതിനാൽ ഇവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ സർക്കാർ പരിഗണിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്ന മാറ്റങ്ങൾ പ്രധാനമായും മുൻഗണനാ കാർഡുകളുടെ അർഹത പരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതായത് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്കാണ് മുൻഗണനാ ആനുകൂല്യം ലഭിക്കേണ്ടത് എന്നതാണ് ലക്ഷ്യം. ഇതിനായി സർക്കാർ വിവിധ വിവരങ്ങൾ പരിശോധിക്കാറുണ്ട്. കുടുംബത്തിന്റെ വരുമാനം, വീടിന്റെ സ്വഭാവം, ഭൂമിയുടെ വിസ്തീർണം, വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം, മറ്റ് സാമ്പത്തിക വിവരങ്ങൾ എന്നിവ അർഹത പരിശോധിക്കുന്ന ഘടകങ്ങളാകാം. ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് വീടിന്റെ വിസ്തീർണമാണ്. ഗ്രാമപ്രദേശങ്ങളിൽ 1200 ചതുരശ്രീ അടിയിലധികം വിസ്തീർണമുള്ള വീടുകളും നഗരപ്രദേശങ്ങളിൽ 800 ചതുരശ്രീ അടിയിലധികമുള്ള വീടുകളും സംബന്ധിച്ച് അർഹത പുനഃപരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് പരാമർശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. ഒരു കുടുംബത്തിന് 1200 ചതുരശ്രീ അടിയുള്ള വീടുണ്ടെന്ന കാരണത്താൽ മാത്രം റേഷൻ കാർഡ് സ്വമേധയാ റദ്ദാക്കുമെന്ന് ഇതുവരെ സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ ഇത്തരം വാർത്തകൾ കേട്ട് ആരും അനാവശ്യമായി ഭയപ്പെടേണ്ടതില്ല. അതുപോലെ തന്നെ വാഹനങ്ങളുടെ കാര്യത്തിലും പല തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നുണ്ട്. ഒരു കുടുംബത്തിന്റെ പേരിൽ കാർ ഉണ്ടെങ്കിൽ മുൻഗണനാ കാർഡ് ഉടൻ നഷ്ടമാകും എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഔദ്യോഗിക ഉത്തരവുകൾ വന്ന ശേഷമേ സ്ഥിരീകരിക്കാനാകൂ. ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അർഹത കൂടുതൽ കൃത്യമായി കണ്ടെത്താനുള്ള മാർഗങ്ങളാണ്. കാരണം യഥാർത്ഥത്തിൽ സഹായം ആവശ്യമായ നിരവധി കുടുംബങ്ങൾ ഇന്നും പൊതുവിഭാഗത്തിൽ തുടരുമ്പോൾ സാമ്പത്തികമായി മുന്നേറിയ ചിലർ ഇപ്പോഴും മുൻഗണനാ ആനുകൂല്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പരാതികൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇത്തരത്തിൽ അർഹത പുനഃപരിശോധിക്കുന്നത് പുതിയ കാര്യമല്ല. മുമ്പും പലതവണ സംസ്ഥാന സർക്കാർ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. ചിലർ സ്വമേധയാ മുൻഗണനാ കാർഡ് തിരികെ നൽകി പൊതുവിഭാഗത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ യഥാർത്ഥത്തിൽ അർഹരായ കുടുംബങ്ങൾക്ക് അവസരം ലഭിക്കുമെന്നതാണ് സർക്കാരിന്റെ നിലപാട്. പൊതുവിതരണ സംവിധാനം കാര്യക്ഷമമാക്കാൻ വിവരശേഖരണം വളരെ പ്രധാനമാണ്. അതിനാൽ വിവിധ വകുപ്പുകളുടെ രേഖകൾ തമ്മിൽ പരിശോധിക്കുന്ന നടപടികളും നടക്കുന്നുണ്ട്. റേഷൻ കാർഡിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളും മറ്റ് സർക്കാർ രേഖകളിലെ വിവരങ്ങളും തമ്മിൽ പൊരുത്തക്കേട് കണ്ടെത്തിയാൽ ബന്ധപ്പെട്ടവർക്ക് വിശദീകരണം നൽകേണ്ട സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് റേഷൻ കാർഡിലെ കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ, വിലാസം, മറ്റ് അടിസ്ഥാന വിവരങ്ങൾ എന്നിവ കൃത്യമായി പുതുക്കിയിട്ടുണ്ടോ എന്ന് ഓരോ കുടുംബവും ഉറപ്പാക്കേണ്ടതാണ്. അടുത്തതായി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പുതിയ മാനദണ്ഡങ്ങൾ വന്നാൽ നിലവിലെ എല്ലാവരുടെയും കാർഡ് വീണ്ടും പരിശോധിക്കുമോ? ഇതിന് വ്യക്തമായ ഉത്തരം സർക്കാർ ഔദ്യോഗിക ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. അതിനുശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ മാനദണ്ഡങ്ങൾ പുതുക്കിയാൽ പരിശോധനാ നടപടികൾ ഘട്ടം ഘട്ടമായി നടപ്പാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ പ്രകാരം സർക്കാർ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുന്നതുവരെ നിലവിലുള്ള ആനുകൂല്യങ്ങളിൽ മാറ്റമുണ്ടെന്ന് കരുതേണ്ടതില്ല. ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രമാണ് വിശ്വസിക്കേണ്ടത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.